അരുണ് പറയുകയുണ്ടായി ഇവിടെ കോൺഗ്രസ്സുകാർ ഈ തിരഞ്ഞെടുപ്പ് കാർഡ് വ്യാജമായിട്ട് അടിക്കുന്നു. ആരാണിത് പറയുന്നത്? SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആർഷോ ഉൾപ്പെടെ വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച നേതാവാണ് ഇത് പറയുന്നത്. അതായത് ഗോവിന്ദചാമിയുടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് പറയുന്ന പോലെയാണ് അരുൺ പറയുന്നത്. അരുണിന്റെ അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, BJPയുടെ നേതാവിനോട് സംഘമുണ്ടെന്ന്. BJPയുടെ നേതാവിനോട് സംഘമുണ്ട്. അത് രാഷ്ട്രീയ സ്വയം സേവാ സംഘമാണ്. ഇതുപോലുള്ള രക്ഷാപ്രവർത്തകരല്ല. അരുണിന്റെ കൂടെയുള്ള ഈ രക്ഷാപ്രവർത്തകരല്ല. അടുത്തൊരു കാര്യം പറയട്ടെ അരുണെ, ഇവിടുത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ PSC ഉദ്യോഗാർത്ഥികള് ഇതാണ് ഇവരുടെ പ്രവർത്തനം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കാൻ പറ്റും ചോദിക്കട്ടെ. സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഉദ്യോഗാർത്ഥികളെ PSC ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റ് നേടിയ ഉദ്യോഗാർത്ഥികൾ ആയിരക്കണക്കിന് പേരെ ഇഴഞ്ഞും കഴഞ്ഞും മുട്ടയടിച്ചും മുട്ടിലിഴഞ്ഞും മണ്ണ് വാരി തിന്നും സമരം ചെയ്തിട്ടും നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളായിട്ടുള്ള ശിവരഞ്ജിത്തിനും നിസാമിനും ജോലി കൊടുത്ത ആൾക്കാരല്ലേ? എന്തുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നില്ല? ശരി, BJPയുടെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഒരു സംഘമുണ്ട്. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഘമുള്ളത് നല്ലത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഈ സംഘത്തെ ആയിക്കോട്ടെ, നല്ല കാര്യം ഞാൻ അതിനെ എതിർക്കുന്നില്ലല്ലോ. നല്ല കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലല്ലേ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ BJP ജില്ലാ പ്രസിഡന്റിനോടുള്ള സംഘം നല്ലത് തന്നെ. പക്ഷേ ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു ചെറിയ സംഘത്തെ അയക്കണ്ടേ? പുള്ളിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പുള്ളിയുടെ കൂടെ പുള്ളി കൊല്ലത്ത് വന്ന് വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. വഴിയറിയാവുന്ന ഒരാൾ കൂടില്ല. ആരെങ്കിലും ഒരാളെ കൂടെ പോന്നേ. PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഈ കേരളം രാജ്യത്തിന് മുമ്പിൽ അഭിമാനകരമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 6 മാസക്കാലത്തെ ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വിവിധ സംസ്ഥാന PSCകൾ നടത്തിയ നിയമനത്തിന്റെ ഒരു കണക്ക് വന്നു. 38,600 നിയമനം നടന്നപ്പോൾ ഈ കേരളത്തിൽ അതിനകത്ത് 140 കോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് 28 സംസ്ഥാനങ്ങൾക്കകത്ത് നടന്ന നിയമനം 38,600 ആണെങ്കിൽ 3,40,00,000 മനുഷ്യർ ജീവിക്കുന്ന ഈ കേരളത്തിനകത്ത് നടന്ന നിയമനം 14,800 വരുന്ന, എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ നിയമനങ്ങൾ. നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം ഗുജറാത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലം നടന്ന നിയമനം 36 മനസ്സിലാക്കിക്കോണം.